ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്വസ്ഥതകളും രോഗങ്ങളും ഇല്ലാത്തൊരു ശരീരം നടക്കാത്ത ഒരു മോഹന സ്വപ്നം തന്നെയാണ്. പക്ഷേ ഈ സ്വപ്നം നടക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ കയ്യിലിരിപ്പ് തന്നെയാണ്. നമ്മൾ ജീവിതത്തിലെ കാര്യങ്ങൾക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കുമല്ലോ. അതിൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രയോറിറ്റി എവിടെ നിൽക്കുന്നു? ഒരൊറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ രാവിലെ എവിടെയെങ്കിലും പോകാൻ നേരത്ത് ഡ്രസ്സ് തിരഞ്ഞെടുക്കാൻ, ഡ്രസ്സ് ചെയ്യാൻ, മേക്കപ്പ്, ഇതിനൊക്കെ നമ്മൾ ഒരുപാട് സമയം ചിലവഴിക്കാറുണ്ട്. പക്ഷെ രാവിലെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചിലപ്പോൾ നമ്മൾ സമയം കണ്ടെത്താറില്ല. ശരീരത്തിനൊരു ലീസ്റ്റ് പ്രയോറിറ്റി. നമ്മുടെ ചില മാനസികാവസ്ഥകൾ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ പ്രതികൂലമായിട്ട് ബാധിക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. സ്ട്രെസ്സിനെ കുറിച്ചും സ്ട്രെസ് മാനേജ് ചെയ്യുന്നതിനെക്കുറിച്ചും വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് തമ്മിലുള്ളൊരു ബന്ധം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. നാളെ പരീക്ഷയാണ്, ഒന്നും പഠിച്ചിട്ടില്ല, നമ്മൾ സ്ട്രെസ്ഡ് ആവും. കാരണം പരീക്ഷ എഴുതണം, അതിന് വേണ്ടത്ര സമയമില്ല. അപ്പം നമ്മൾ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടത്ര സമയം കിട്ടിയില്ലെങ്കിൽ, ഡിമാൻഡ് അനുസരിച്ച് റിസോഴ്സ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ സ്ട്രെസ്ഡ് ആവും. സ്ട്രെസ് ഹോർമോൺസ് റിലീസ്ഡ് ആകും. അപ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ പലതും സംഭവിക്കും. ഒരു റിയൽ സിറ്റുവേഷനെ നമ്മൾ നേരിടുകയാണ്. ഈ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് നമുക്ക് ആങ്സൈറ്റി ഉണ്ടാക്കും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, പക്ഷേ സമയം വേണ്ടത്രയില്ല. സ്ട്രെസ്ഡ് ആകുന്നു. അപ്പോൾ ആകുലത നിറഞ്ഞ ചിന്തകൾ നമ്മളിലുണ്ടാവും. പരീക്ഷയ്ക്ക് മുമ്പ് എല്ലാം പഠിച്ചു തീരുമോ, പരീക്ഷ ഹാളിൽ വെച്ച് ഓർമ്മ വരുമോ, ഇങ്ങനെ ആകുലത നിറഞ്ഞ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അത് ആങ്സൈറ്റിയാണ്. പരീക്ഷ ഹാളിൽ നമ്മൾ എത്തിയിട്ടില്ല, പരീക്ഷ എഴുതാൻ തുടങ്ങിയിട്ടില്ല, എന്നാലും നമ്മൾ നടക്കാൻ പോകുന്ന ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വിഭാവന ചെയ്യുകയാണ്. ഈയിടെ കേരളത്തിലെത്തിയ കള്ളന്മാരെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ പത്രത്തിൽ വന്നിരുന്നു. അവർക്ക് നമ്മളൊരു പേര് വിട്ടു, കുറുവാ സംഘം. ഈ കുറുവാ സംഘം വീട്ടിലേക്ക് എത്തുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ വളരെ സ്ട്രെസ്ഡ് ആവും, നമ്മൾ ആക്ഷനിലേക്ക് കടക്കും. ഫ്ലൈറ്റ് ഓർ ഫൈറ്റ്, ഒന്നിലേക്ക് അവരെ നേരിടുക അല്ലെങ്കിൽ ഓടി ഒളിക്കുക. എന്നാലും പലർക്ക് സംഭവിച്ചത് എന്താണെന്നോ, ഈ കുറുവാ സംഘം വീട്ടിലൊന്നും വന്നിട്ടില്ല. ഇതിനെപ്പറ്റിയുള്ള വാർത്തകൾ വായിച്ച് ഇത് വന്നാൽ എന്ത് ചെയ്യും, അത് ആങ്സൈറ്റിയാണ്. അപ്പോൾ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഇങ്ങനെ സ്ഥിരമായി ക്രോണിക്കായിട്ട് നമുക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ ചില ശാരീരിക അസ്വസ്ഥതകളും രോഗാവസ്ഥകളും നമുക്ക് സംഭവിച്ചേക്കാം. ആ ശാരീരിക അസ്വസ്ഥതകൾ എന്തൊക്കെയാണ്, രോഗാവസ്ഥകൾ എന്തൊക്കെയാണ്, അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കാരണം മനസ്സിലായല്ലോ. സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും എന്ന് വെച്ച് ഇതെപ്പോഴും നമ്മുടെ കൂടെ കൊണ്ടു നടക്കണമെന്നില്ല. അത് നമ്മൾ ഗൗരവത്തിൽ പരിഗണിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കത് ബോധ്യമാകും. ഒന്ന്, തലവേദന. ടെൻഷൻ തലവേദന എന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടല്ലേ. ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയാറില്ലേ, അയാൾ വല്ലാത്ത തലവേദനയാണ്. നമ്മൾ സ്ട്രെസ്ഡ് ആകുമ്പോൾ സ്ട്രെസ് ഹോർമോൺസ് റിലീസ്ഡ് ആകും, നമ്മുടെ മസിൽസൊക്കെ ടെൻസ്ഡ് ആവും. അപ്പോൾ നമ്മുടെ തലയിലൊക്കെ പെട്ടെന്നുണ്ടാകുന്ന ഈ ചേഞ്ചസ് തലവേദനയ്ക്ക് കാരണമാകാറുണ്ട്. ഈ ടെൻഷൻ തലവേദന നമ്മൾ സർവ്വസാധാരണമായിട്ട് കാണാറുണ്ട്. ഒരു തമാശ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട്. കുറേ കാലം മുമ്പാണ് ഒരു അമ്മായിയമ്മ മരിച്ചു. അന്നത്തെ കാലത്ത് ആളുകൾ മരിച്ചാൽ അടുത്ത ബന്ധുക്കളൊക്കെ കൂടിയിരുന്ന് ഉച്ചത്തിൽ പലതും പറഞ്ഞ് കരയും. അന്ന് ഈ അമ്മായിയമ്മയുടെ മൃതദേഹത്തിന് ചുറ്റും മക്കളിരിപ്പുണ്ട്, മരുമകളുണ്ട്. മരിച്ച ആളിൻ്റെ പെൺമക്കൾ ഈ നാത്തൂനോട് പറയാണേ, അതായത് അമ്മയുടെ മരുമകളോട് പറയാണേ, ഇനി നിനക്ക് തലവേദനയൊന്നും ഉണ്ടാവില്ലല്ലോ മോളെ. അപ്പോൾ അമ്മായിയമ്മ ഉണ്ടാക്കുന്ന ടെൻഷൻ കൊണ്ടാണ് ഈ മരുമകൾക്ക് തലവേദന ഉണ്ടാകുന്നതെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അതുപോലെ തന്നെ തലവേദന ശക്തിയായിട്ട് വരുമ്പോൾ നമ്മളതിന് മൈഗ്രെയിൻ എന്ന് പറയുമല്ലേ, ചെന്നിക്കുത്തെന്നൊക്കെ പറയും. അപ്പോൾ ഇതിനും സ്ട്രെസ് ഒരു കാരണമാണ്. ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തത് മൈഗ്രെയിന് ഒരു കാരണമാണ്. സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ നമ്മൾ വിട്ടുപോകും. അങ്ങനെ സ്ട്രെസ് ഇൻഡയറക്റ്റായിട്ട് മൈഗ്രെയിന് കാരണമാകാറുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ശരീരത്തിൽ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈൻ ട്രാക്റ്റ് ഉണ്ട്. അതായത് ദഹനനാളം, നമ്മുടെ വയറും കുടലും ഒക്കെ ഉൾപ്പെടുന്ന ദഹന സംവിധാനം. സ്ട്രെസ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ് സ്റ്റൊമക്ക്, വയറ്. ഈ സ്ട്രെസ്സ് വയറ്റിൽ ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാക്കും. അത് നമ്മൾ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടൊക്കെ നമ്മൾ പ്രസംഗിക്കാൻ കയറുമ്പോൾ പറയുന്ന ഒരു കാര്യമില്ലേ, ബട്ടർഫ്ലൈസ് ഇൻ മൈ സ്റ്റൊമക്ക്. ചിലർക്ക് സ്ട്രെസ്സിൻ്റെ ആധിക്യം കൊണ്ട് ലൂസ് മോഷൻ ഉണ്ടാകാറുണ്ട്, വോമിറ്റിംഗ് ഉണ്ടാകാറുണ്ട്, ഇങ്ങനെ മൊത്തം പ്രശ്നമാകാറുണ്ട്. വല്ലപ്പോഴും പ്രസംഗിക്കാൻ നേരത്ത് ഈ ഫീലിംഗ് ഉണ്ടായെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ക്രോണിക് സ്ട്രെസ് ആൻഡ് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് വയറിനെ വല്ലാതെ അപ്സെറ്റാക്കും. വയറിനെ വല്ലാതെ അപ്സെറ്റാക്കി രോഗാവസ്ഥയിലേക്ക് മാറും. മൂന്നാമത്തെ കാര്യം, ഹൈപ്പർ ടെൻഷൻ അഥവാ ഹൈ ബ്ലഡ് പ്രഷർ. സ്ട്രെസ് ഹോർമോൺസ് ആക്ടിവേറ്റഡ് ആകുമ്പോൾ ഹാർട്ട് ബീറ്റെല്ലാം കൂടും, ഇറഗുലർ ആകും. ഇതുകൊണ്ട് നമ്മുടെ രക്തക്കുഴലുകളൊക്കെ പെട്ടെന്ന് സങ്കോചിക്കുകയും വികസിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ രക്തക്കുഴലുകളുടെ ഭിത്തിയിലൊക്കെ സമ്മർദ്ദം ഉണ്ടാവും. ഇത് ബ്ലഡ് പ്രഷറിന് കാരണമാകും.
ബ്ലഡ് പ്രഷർ കൊണ്ട് സ്ട്രോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നാലാമത്തെ കാര്യം എന്താണെന്നോ, ചില ആളുകൾക്ക് എപ്പോഴും വലിയ മസിൽ പെയിൻ ആയിരിക്കും. സ്ട്രെസ്സും ആങ്സൈറ്റിയും മസിൽ പെയിനിന് കാരണമായിട്ട് മാറാറുണ്ട്. സ്ട്രെസ് വരുമ്പോൾ ഈ മസിൽസൊക്കെ ടെൻസ്ഡ് ആവും, മസിൽസിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കും. അപ്പോൾ ഇത് മസിൽ പെയിനിന് കാരണമാകാറുണ്ട്. മസിൽസൊക്കെ എക്സസ് ആയിട്ട് ചിലപ്പോൾ പ്രവർത്തിച്ചെന്ന് വരാം, ഇതുകൊണ്ട് വേദന ഉണ്ടായെന്ന് വരാം. അഞ്ചാമത്തെ പ്രശ്നം, നമ്മൾ സ്ട്രെസ്ഡ് ആകുമ്പോൾ സ്ട്രെസ് ഹോർമോൺസ് റിലീസ്ഡ് ആകും. പ്രധാനമായിട്ടും ആഡ്രിനാൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇത് നമ്മളിലൊരു റെസ്പോൺസ് ഉണ്ടാക്കും, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഒന്നില്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓടി ഒളിക്കുക. ഇത് നിരന്തരം നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പരിശീലനരാകില്ലേ, നമുക്ക് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടും. ക്ഷീണം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഭക്ഷണം ഒരുപാട് കഴിച്ചെന്നിരിക്കാം, തടി കൂടും. അതുകൊണ്ടാണ് സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ ഉണ്ടാകുമ്പോൾ ചിലർക്ക് തടി കൂടുന്നത്, ഓവർ വെയ്റ്റ്. ചിലരാണെങ്കിൽ സ്ട്രെസ്സും ആങ്സൈറ്റിയും കൊണ്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ ആവും, അപ്പോൾ ശരീരം വല്ലാതെ ക്ഷീണിച്ചു പോകും. ഇത് രണ്ട് ശരീരത്തിന് നല്ലതല്ല. ആറാമത്തെ കാര്യമാണ് ഇൻസോംനിയ. നമുക്ക് ഉറപ്പാക്കാവുന്നൊരു കാര്യമാണ് ഈ സ്ട്രെസ്സും ആങ്സൈറ്റിയും നമ്മുടെ ഉറക്കത്തെ ബാധിക്കുന്ന ഒന്നാണ്. അങ്ങനെ ഉറക്കമില്ലായ്മ വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ശാരീരികമായിട്ടുള്ള ഒരുപാട് അസ്വസ്ഥതകൾ നമുക്കുണ്ടാവും. നമ്മൾ ഉറങ്ങുമ്പോഴാണ് ശരീരത്തിലെ മെയിൻ്റനൻസ് ആക്ടിവിറ്റീസ് പ്രധാനമായിട്ട് നടക്കുന്നത്. അതില്ലാതെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ? വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ രോഗാവസ്ഥകളും ശാരീരിക അസ്വസ്ഥതകളും ഇല്ലേ, ഇതിനൊക്കെ ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എത്ര സന്തോഷം നിറഞ്ഞതായിരിക്കും അല്ലേ? ചിലപ്പോൾ വേറെയും പല കാരണങ്ങൾ കൊണ്ട് ഈ അവസ്ഥകൾ സംഭവിച്ചേക്കാം. ശരീരത്തിൻ്റെ കാര്യമല്ലേ, നമുക്ക് ഉറപ്പിച്ച ഒരു കാര്യം പറയാൻ പറ്റില്ല. ചിലപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിൽ നമ്മൾ ആഗ്രഹിക്കാറില്ലേ, ഒന്നും ജീവിതത്തിൽ വേണമെന്നില്ല, ആരോഗ്യം കിട്ടിയാൽ മതിയെന്ന്. അത്രയും പ്രധാനപ്പെട്ട ഒന്നാണ് ഹെൽത്ത്. അപ്പോൾ എന്തായാലും 2025 ശക്തമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുക അല്ലേ, ഈ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ മാനേജ് ചെയ്തുള്ള ഒരു ലൈഫ് സ്റ്റൈൽ സ്വന്തമാക്കാനുള്ള നമ്മുടെ ഒരു ശ്രമം. അത് ശ്രമമായി മാത്രം മാറരുത്, അതിൻ്റെ റിസൾട്ട് കിട്ടണം എന്നുള്ള വാശിയോട് കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.